Hi friends, I am Sanju Vimal. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് അതിമനോഹരമായ വാൾ ഡെക്കറേഷൻ ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. എ ട്രീ വിത്ത് ഫ്രെയിംസ്. ഇത് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 56 by 35 cm സൈസുള്ള ന്യൂസ് പേപ്പറിനെ 4 ഈക്വൽ പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ടാണിത്. ഇതിന് ഒരു സ്റ്റീൽ റോഡ് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഒരു റീഫിൽ ഉപയോഗിച്ചോ ഈ പേപ്പർ പീസിനെ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ കുറേ റോൾസ് ചെയ്തെടുക്കണം. ഇനി ഈ റോൾസിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ കട്ട് ചെയ്ത വലിയ റോള് 12 എണ്ണം, ചെറിയ റോള് 12 എണ്ണം വേണം. പിന്നെ ഇതിൽ ഒരേ അളവിൽ വരുന്ന 3 റോൾസ് വീതം ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇത് തമ്മിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പരസ്പരം ഒട്ടിച്ചെടുക്കണം. ഇത് ഒരു ചെറിയൊരു പേപ്പർ പീസ് കൂടി ഒട്ടിച്ച് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ 2 ഫ്രെയിംസും ഒട്ടിച്ചെടുക്കണം. ഇനി ഈ പേപ്പറിനെ ഇതേ രീതിയിൽ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഇത് ഓരോ പീസും റോൾ ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് 3 പീസ് എടുത്ത് ഇതിലേക്ക് ചെറിയ കമ്പി വയർ കയറ്റണം. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അളവനുസരിച്ച് ഈ ബ്രാഞ്ചസ് പോലെ സെറ്റ് ചെയ്തിട്ട് ബാലൻസ് പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇനി ഇത് 3ഉം കൂടെ ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചേർക്കണം. ചെറിയ പേപ്പർ പീസ് ഉപയോഗിച്ചിട്ട് ചെറിയ കുറച്ച് റോൾസ് കൂടി ഇങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പീസസ് ഈ ഗ്യാപ്പിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചേർക്കണം.
ഇനി ഈ ബ്രാഞ്ചസ് ചെയ്യാനായിട്ട് ഈ ചെറിയ പേപ്പർ റോൾസിലിട്ട് ഈ കമ്പി വയർ ഇങ്ങനെ കയറ്റിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ന്യൂസ് പേപ്പറിനെക്കാട്ടിൽ കുറച്ചുകൂടി കട്ടി കൂടിയ പേപ്പറിൽ ഇതേപോലെ കുറച്ച് ഇലകളുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിൻ്റെ ബ്രാഞ്ചസിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇലയ്ക്ക് തണ്ട് വരത്തക്ക രീതിയിൽ കുറച്ച് ഇലകൾ കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ ബ്രാഞ്ചസിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ടാമത്തെ ഫ്രെയിമും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ച പേപ്പർ പീസസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ ജോയിൻ്റ് ഒന്ന് മാറി കിട്ടാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഫുള്ളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഈ ഫ്രെയിം ഒന്ന് സ്ട്രോങ് ആകുകയും ചെയ്യും. അതേപോലെ നമ്മൾ കളർ ചെയ്യുമ്പോൾ കുറച്ച് ഗ്ലേസിങ് കൂടി കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇത് ഉണങ്ങിയ ശേഷം ബ്ലാക്ക് അക്രലിക് പെയിൻ്റ് അടിക്കാം. ഞാനിത് ഫുള്ള് ബ്ലാക്കിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നോർമൽ ട്രീയുടെ കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാം. അതായത് ബ്രൗണും ഗ്രീനും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കളർ ചെയ്യാവുന്നതാണ്. ഈ ലീഫിലടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടുപോകും. ഈ ഫസ്റ്റ് കോട്ട് ഒന്ന് ഉണങ്ങിയ ശേഷം സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ന്യൂസ് പേപ്പർ ട്രീ വിത്ത് ഫ്രെയിം ഫുൾ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഹോളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ക്രാഫ്റ്റാണിത്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. ഇനിയും വ്യത്യസ്തമാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.